അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. രണ്ടാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് നടക്കാനുള്ള പരീക്ഷ ഖുർആൻ ഹിഫ്ള്, അതുപോലെ ലിസാനുൽ ഖുർആൻ, ഫിഖ്ഹ്, ഇത്രയും വിഷയങ്ങളാണ്. ആദ്യമായി നടക്കാനുള്ളത് ഖുർആൻ ഹിഫ്ളാണ്. ഖുർആനിൽ നിന്ന് ഏതെല്ലാം ഭാഗങ്ങളാണ് ഓതി പരിശീലിക്കേണ്ടത്? ഹിഫ്ളിന് വേണ്ടി ഏതെല്ലാം സൂറത്തുകളാണ് മനഃപ്പാഠമാക്കേണ്ടത്? ഈ വിഷയം പല ആളുകളും ചോദിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ ആ ഒരു വിഷയമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ഒന്നാമത്, ഈ ചുവപ്പ് കോളം ശ്രദ്ധിക്കുക. ഖുർആൻ നമ്മൾ ഓതി പരിശീലിക്കേണ്ട ഭാഗങ്ങൾ ഏതെല്ലാമാണ്? ആദ്യമായി സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ നന്നായി തെറ്റില്ലാതെ ഓരോ വിദ്യാർത്ഥിയും ഓതി പഠിക്കണം. അതുപോലെ സൂറത്തുൻ നബ എന്ന് പറഞ്ഞാൽ അമ്മ യതസാഅലൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് സൂറത്തുൻ നബ. അതുപോലെ അതിനുശേഷമുള്ള അന്നാസിആത്ത് വന്നാസിആതി ഗർഖാ എന്ന് തുടങ്ങുന്ന സൂറത്തുൻ നാസിആത്ത്. പിന്നെ മിൻ അബസ ഇല തക്വീർ എന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. അബസ മുതൽ അബസ വതവല്ല എന്നുള്ളത് മുതൽ അത്തക്വീർ എന്ന് പറഞ്ഞാൽ അതിനുശേഷമുള്ള സൂറത്ത് ഇദശംസു കുവ്വിറത്, അബസയും അതുപോലെ സൂറത്തു തക്വീറും. അതിനുശേഷം മിനൽ ഇൻഫിത്താരി ഇലൽ ഇൻഷിഖാഖ്, നേരെ തൊട്ടടുത്തുള്ള സൂറത്തുകൾ തന്നെയാണിത്. ഇദസ്സമാഉ ഫതറത്, അതാണ് സൂറത്തുൽ ഇൻഫിത്താർ. പിന്നെ സൂറത്തുൽ ഇൻഷിഖാഖ് എന്ന് പറഞ്ഞാൽ ഇദസ്സമാഉ ഷഖത്ത്. അപ്പോൾ സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ മുത്തഫിഫീൻ, അതുപോലെ സൂറത്തുൽ ഇൻഷിഖാഖ്, ഇദസ്സമാഉ ഷഖത്ത്. അതിനുശേഷം മിനൽ ബുറൂജി ഇലൽ അഅ്ല വസ്സമാഇ ദാത്തിൽ ബുറൂജ് എന്നുള്ള സൂറത്ത് മുതൽ അതും, അതുപോലെ വസ്സമാഇ വത്താരിഖ് സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ല. അതിനുശേഷം മിനൽ ഗാഷിയ ഇലൽ ഫജ്ർ, ഹൽ അതാക ഹദീസുൽ ഗാഷിയ എന്നുള്ള സൂറത്ത് മുതൽ വൽ ഫജ്ർ സൂറത്ത് വരെ. അതിനുശേഷം മിനൽ ബലദി ഇല ശറഹ് ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് മുതൽ അലം നശ്റഹ് ലക സദ്റക് വരെ. പിന്നെ മിനത്തീനി ഇലൽ ആദിയാത്ത്, വത്തീനി മുതൽ വൽ ആദിയാത്ത് വരെ. അതിനുശേഷം മിനൽ ഖാരിഅ ഇലൻ നാസ്, അൽ ഖാരിഅതു മൽ ഖാരിഅ മുതൽ സൂറത്തുൻ നാസ് വരെ. ചുരുക്കത്തിൽ അവസാനത്തെ ജുസ്, 30ാമത്തെ ജുസ് മുഴുവനായും വിദ്യാർത്ഥികൾ ഓതി പരിശീലിക്കേണ്ട ഭാഗമാണ്. അമ്മ ജുസ് എന്ന് നമ്മൾ പൊതുവെ പറയാറില്ലേ? അമ്മ യതസാഅലൂൻ എന്നുള്ള സൂറത്ത് മുതൽ അവസാനം ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ അവസാനത്തെ ഒരു ജുസ് മുഴുവനായും വിദ്യാർത്ഥികൾ ഓതി പരിശീലിക്കണം. ഈ ഭാഗത്ത് നിന്ന് ഏത് സൂറത്തിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് അവസാനത്തെ ജുസ് വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തെറ്റുകളൊന്നുമില്ലാതെ ഓതി പരിശീലിച്ച് വെക്കേണ്ടതാണ്. ഇനി ഹിഫ്ളിന് വേണ്ടി ഏതെല്ലാം സൂറത്തുകളാണ് പഠിക്കേണ്ടത്? ആദ്യമായി സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ള സൂറത്ത്. അതുപോലെ സൂറത്തുൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. പിന്നെ സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. പിന്നെ അൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത്. ഖുറൈശ്, ലിഇലാഫി ഖുറൈശ് എന്നുള്ള സൂറത്ത്. അതുപോലെ അൽ മാഊൻ, മാഊൻ എന്ന് പറഞ്ഞാൽ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മാഊൻ. അതിനുശേഷം അൽ കൗസർ, ഇന്നാ അഅ്തൈനാകൽ കൗസർ. പിന്നെ അൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. പിന്നെ സൂറത്തുൻ നസ്ർ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. പിന്നെ സൂറത്തുൽ മസദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. ചുരുക്കത്തിൽ അവസാനത്തെ 10 സൂറത്തുകൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്നുള്ള സൂറത്തുൽ ഫീൽ മുതൽ സൂറത്തുൻ നാസ് വരെ ഖുർആനിന്റെ ഏറ്റവും അവസാനത്തെ 10 സൂറത്തുകൾ കാണാതെ പഠിക്കേണ്ട സൂറത്തുകളാണ്. ചുരുക്കത്തിൽ ഹിഫ്ളിന് അവസാനത്തെ 10 സൂറത്തുകളും
ഖുർആൻ ഓതി പരിശീലിക്കേണ്ടത് അവസാനത്തെ ഒരു ജുസ് മുഴുവനായുമാണ് 2ാം ക്ലാസ്സുകാർ പഠിച്ചു വെക്കേണ്ടത്. ഇതാണ് 2ാം ക്ലാസ്സിലെ ഖുർആനിനും ഹിഫ്ളിനും ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിച്ചു വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷയിലൊക്കെ നല്ല ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.